അപ്പോൾ നമുക്ക് പുതിയ പുതിയ കാഴ്ചകളുമായിട്ട് നാടും നഗരത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കണം. അതുപോലെ തന്നെ കാഴ്ചകൾ നിങ്ങൾ കാണണം. എന്താ പേര്? പേര് പറ, പേര് പറയൂ. ആദ്യത്തെ വഴി ഇതായിരുന്നു കേട്ടോ. നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഉണ്ടായിരുന്ന വഴി ഇതാണ്. അപ്പോൾ നമ്മളെപ്പോഴും വലത്ത് വെക്കുകയെന്ന് പറയില്ലേ, ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ വലത്ത് വെക്കണം. ഇടതുവശത്തുകൂടെ ഒരിക്കലും പോകരുത്. നമസ്കാരം ഉണ്ട് കേട്ടോ. അപ്പോളേ നമ്മളിന്ന് എങ്ങടെ പോകണറിയോ? ഇന്ന് കുംഭമാസം 1-ാം തീയതിയാണ്, മലയാള മാസം. അപ്പോൾ ശ്രീ പരിയാനംപറ്റ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ഉത്സവത്തിൻ്റെ തുടക്കമാണിന്ന്. അപ്പോൾ നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ അവിടെ പോയി കാണാം. നമ്മൾ പരിയാനംപറ്റ ക്ഷേത്രത്തിലെ വീഡിയോകളൊക്കെ ഒരുപാട് ഇതിൽ വന്നിട്ടുണ്ടാവും. എന്നാലും ഞാൻ എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് പോയിട്ട് എടുക്കുക എന്ന് മാത്രം. അപ്പോൾ സുഹൃത്തുക്കൾ എന്തായാലും കാണണം കേട്ടോ. അവിടുത്തെ കാഴ്ചകളും ഓരോ ദിവസം മാറിക്കൊണ്ടേ ഇരിക്കുകയാണല്ലോ നമ്മുടെ അന്തരീക്ഷവും കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് പുതിയ പുതിയ കാഴ്ചകളുമായിട്ട് നാടും നഗരത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കണം. അതുപോലെ തന്നെ കാഴ്ചകളും നിങ്ങൾ കാണണം കേട്ടോ. കള്ള് ഷാപ്പൊക്കെ ഉണ്ടല്ലോ അവിടെ. അപ്പോൾ നമുക്ക് പോവാല്ലേ? അപ്പോൾ ആ മേലെന്ന് ഏറ്റവും മുകളിൽ നിന്ന് എത്ര പടികളുണ്ട് അറിയോ? 127 പടികളുണ്ട് കേട്ടോ. എനിക്ക് 30 വരെ കൂട്ടാം, താഴത്തേക്ക് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ പരിയാനംപറ്റ ക്ഷേത്രം. ശരിക്കേ അതാ കാണണം എന്തറിയോ? അത് ശരിക്കും പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു ഇതാണെന്ന് തോന്നും. പക്ഷേ ക്ഷേത്രത്തിൻ്റെതല്ല, അത് അമ്പലക്കുളമാണ്. ആറാട്ട് കടവ് പറയും. ഇവിടെയൊക്കെ നല്ല വൃത്തിയായിട്ട് എന്ത് ഭംഗിയായിട്ടാണോ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തെന്നറിയോ? പ്ലാസ്റ്റിക്കിൻ്റെ പുല്ലാണ് ആ സെൻറ്ററിൽ കാണുന്നത്. അപ്പോൾ അടിപൊളിയായിട്ട് ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തു വച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ദിവസവും ക്ഷേത്രത്തിൻ്റെ മേന്മകൾ ലോകം അറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഭക്തജനങ്ങളും ഇങ്ങനെ. ഇന്നിപ്പോൾ പൂരത്തിൻ്റെ കൊടിയേറ്റ ദിവസം കൂടിയാണ്. അപ്പോൾ അതും കൂടി കണ്ടിട്ടാണ് ഇന്ന് ചിലപ്പോൾ പോവുക. എന്തായാലും സമയമായിട്ടില്ലല്ലോ, സമയം 5:30 മണിയായിട്ടുള്ളൂ. സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് കുളത്തേക്കൊന്ന് പോയേക്കാം. ഞാനിവിടെ കുറേ കൊല്ലം മുന്നേ വന്നാട്ടെ. കുളം എങ്ങനെയുണ്ട് നോക്കാം. അവിടെ സ്ത്രീകൾക്ക് വേറെ പുരുഷന്മാർക്ക് വേറെ അങ്ങനെയാണ്. ഇവിടെ ആരുമില്ല. അപ്പോൾ ഇതാണ്, ഇവിടെയാണ് ഈ പിന്നെ എന്താ പറയുക, അവിടെയൊക്കെ സെൽഫിയുടെ ആൾക്കാരാണ്. സെൽഫി ചെറിയൊരു കുളാട്ടോ. നിങ്ങൾ ആകാശഗംഗ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടല്ലോ, അപ്പോൾ അതിലത്തെ ഒരു കുളത്തിൻ്റെ ഏകദേശം ഒരു പ്രത്യേകത എനിക്ക് ഇവിടെ തോന്നുന്നു.
അതേ അതേ ആ ലെവല്, അതായത് ഇന്നസെൻ്റ് കുളിക്കാൻ ഇറങ്ങുമ്പോൾ ഗായത്രി വന്നിട്ട് പേടിപ്പിക്കണതും മുക്കിക്കൊല്ലണതും ഒക്കെ ഒരു ഇതായിട്ട് തോന്നുക. അപ്പോൾ ഇവിടെയൊക്കെ അടിപൊളിയായിട്ട് പണിയൊക്കെ കഴിഞ്ഞ് കാര്യങ്ങൾ. സുഹൃത്തുക്കളെ, ഞാൻ ഇതിൻ്റെ ഐതിഹ്യം എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൂക്കോട്ടുകാളിക്കാവ് എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട് നമ്മുടെ ഒറ്റപ്പാലം കടമ്പൂർ റോട്ടിൽ. അപ്പോൾ അവിടെ ഈ പരിയനംപറ്റ ഭഗവതിയും അവരുടെ അനിയത്തിയും കൂടി നടക്കാൻ ഇറങ്ങിയത് അത്രേ. പണ്ടൊക്കെ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ദൈവങ്ങൾക്ക് നടക്കാനിപ്പോൾ ഈ ഭൂമിയിൽ അധികം സമയമൊന്നും വേണ്ടല്ലോ. അപ്പോൾ ആ നടക്കുന്നതിൻ്റെ ഇടയിൽ ഒന്ന് വിശ്രമിക്കാനിരുന്നു അത്ര ഇവിടെ. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഒന്ന് മയങ്ങിപ്പോയ സമയത്ത് ഈ പൂക്കോട്ടുകാളിക്കാവിലെ അമ്മ ഇവിടെ ഒരു മണ്ണ് ഇട്ട് നികത്തി എന്നാണ് പറയണത്. പിന്നെ അങ്ങനെ ഇവിടെ പരിയനംപറ്റ ദേവി ഇവിടെ തന്നെ ഇരിക്കുകയുണ്ടായി എന്നാണ് ഐതിഹ്യം ശരിക്കും. അത് നൂറ്റാണ്ടുകൾക്ക് മുന്നേ കേട്ടോ. പിന്നെ ഈ ഭാഗത്ത് ക്ഷേത്രത്തിൻ്റെ ഏകദേശം ഭാഗത്ത് ബീഫ് അങ്ങനെ അതൊന്നും കിട്ടില്ല. ബീഫ് ഐറ്റംസായിട്ടൊന്നും കിട്ടില്ല. ഒക്കെ നിരോധിത മേഖലയും കൂടിയാണ് ശരിക്കും. ഒരു ചെറിയൊരു മൂകാംബിക എന്ന് പറയില്ലേ, അതേപോലൊരു ക്ഷേത്രം കൂടിയാണ് കേട്ടോ. മെയിനായിട്ട് ഭയങ്കര ഭക്തജന തിരക്കും കൂടിയുണ്ട്. ഇത് അലറിപ്പൂവാട്ടോ, അലറി മരമാണ്. ഇപ്പോൾ ഏകദേശം ഒരുപാട് വർഷങ്ങൾ പഴക്കമുണ്ടാവും. അപ്പോൾ നിങ്ങളെപ്പോഴും ചിന്തിക്കേണ്ട അറിയോ, നമ്മൾ ഇല്ലെങ്കിലും ഭൂമിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുള്ളതാണ്. അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് ഞാൻ കൊണ്ടുപോകും. സുഹൃത്തുക്കളെ, ഞാൻ ഈ പുഷ്പത്തിൻ്റെ പേരെന്താ അറിയോ? ശിവലിംഗ പുഷ്പം എന്നാണ്. ഞാൻ തൊട്ടപ്പത്തിന് ഒടിഞ്ഞു പോയി. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ചെറിയൊരു പൂവാണ്, പക്ഷേ വലുത് കാണാനില്ല. ഉണ്ട്, ഞാൻ കാണിച്ചു തന്നെ നിങ്ങൾക്ക്. അപ്പോൾ ഇതിങ്ങനെ ഇതിലാണ് പാർവതി ദേവിയും ശിവനും കൂടി വിശ്രമിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പൂവിൻ്റെ ഒരു ഭംഗി ശരിക്കും കാണിച്ചു തരാം കേട്ടോ. പൂവ് കാര്യമായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ടാവില്ല. അപൂർവം ശക്തിയുള്ള ക്ഷേത്രങ്ങളിൽ മാത്രമാണ് ശിവൻ്റെ സാന്നിധ്യം കൂടി ഉണ്ടാവുള്ളൂ. ഇവിടെയൊക്കെ കൊഴിഞ്ഞ് കിടക്കുന്നുണ്ട് പൂക്കൾ. ശരിക്കും ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിലേ എത്ര ഭംഗി ഉണ്ടാവും കാണാൻ. വൃത്തി പറഞ്ഞെങ്കിൽ ഇതാകെ ചെളി പിടിച്ച് കിടക്കുകയാണ്. ഇത് മഴ പെയ്ത ദിവസം ചെയ്യുന്നതാണ്.
സുഹൃത്തുക്കളെ, ഇതാണ് ശ്രീ പരിയാനംപറ്റ കാവിലേക്ക് പോകേണ്ട വഴി. ഇത് നേരെ ഒറ്റപ്പാലം ചെർപ്പളശ്ശേരി മണ്ണാർക്കാട് റോഡാട്ടോ. അപ്പോൾ നമ്മളവിടെ ആദ്യം വരുമ്പോൾ കണ്ടില്ലേ മംഗലാകുന്ന് ജംഗ്ഷൻ, അത് ആ വഴിക്കാണ് ഈ അമ്പലത്തേക്ക് പോവുക. അപ്പോൾ വഴി ഞാൻ ആദ്യം കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും മറക്കാതെ കാണുക. അവിടുന്ന് മെല്ലെ ഇങ്ങനെ കയറി പോവാണ്. അപ്പോൾ സ്റ്റെപ്പാണ് കയറുന്നത്, സ്റ്റെപ്പ് പടികളാണ്. പടികൾ കയറുകയാണ് ശരീരത്തിന് ഏറ്റവും നല്ലത്. അപ്പോൾ കാഴ്ചകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഏകദേശം 125 പടികളുണ്ട് കേട്ടോ. ചടച്ചു എന്നറിയാം. പിന്നെ ഇവിടെ 8 മണിക്കാണ് കൊടിയേറ്റം നടക്കുക. അപ്പോൾ ഇപ്പോൾ തിരുവാതിരക്കളി നടന്നുകൊണ്ടിരിക്കുക. കുറച്ചൊക്കെ ഞാൻ പകർത്തിയിട്ടുണ്ട്, അത് നിങ്ങൾ എന്തായാലും കാണണം. കാണാത്തവരുമുണ്ട്, കണ്ട് പോയവരുമുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിലൊക്കെ ഓരോരോ വേണ്ടാത്ത വിഷയങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. നമ്മളതൊന്നും ശ്രദ്ധിക്കണ്ട. നമ്മൾ എന്തിനാണോ പുറപ്പെട്ടിട്ടുള്ളത് ആ പുറപ്പെട്ട ജോലിയിൽ മാത്രം ശ്രദ്ധ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് മറ്റൊരു വിഷയങ്ങൾ വരില്ല. എന്താ കുട്ടിയുടെ സ്പീഡ്! അപ്പോൾ സ്റ്റെപ്പ് കയറുന്ന ഭയങ്കര ഒരു ശരീരം കൊണ്ട് ഇറങ്ങാനേ എളുപ്പമാണ്, പക്ഷെ കയറ്റം കയറുമ്പോൾ ശരിക്കും ചടച്ചു. ഇപ്പോൾ ചെറിയ കുട്ടികൾക്കാണ് ഉഷാറ്. അപ്പോൾ ആദ്യത്തെ വഴി ഇതായിരുന്നു കേട്ടോ. നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഉണ്ടായിരുന്ന വഴി ഇതാണ്. ഇപ്പോൾ നമ്മളെപ്പോഴും വലത്ത് വെക്കുക എന്ന് പറയില്ലേ, ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ വലത്ത് വെക്കണം. ഇടതുവശത്തുകൂടെ ഒരിക്കലും പോകരുത്. അപ്പോൾ ഇനി നേരെ നാട്ടിലേക്കാണ്. ഇവിടെ ഈ പോക ആയിട്ടേ സുഹൃത്തുക്കളെ, എന്തായാലും ഇനി 7 ദിവസം കഴിഞ്ഞിട്ടാണ് പരിയാനംപറ്റ പൂരം ഉണ്ടാവുക. അപ്പോൾ അതെന്തായാലും നിങ്ങൾ കാണും. ഇല്ലെങ്കിൽ ഞാൻ ഈ വഴിക്ക് വരുമ്പോൾ കാണിച്ചു തരാം.